മമ്മൂട്ടിയുടെ പുത്തൻ പണത്തെ തിയേറ്ററിൽ അസാധുവാക്കി സെൻസർ ബോർഡ്. കുട്ടികൾ സഹിതം സിനിമ കാണാനെത്തിയവർക്ക് ടിക്കറ്റ് നൽകാതെയും ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് കാശ് തിരിച്ചു കൊടുക്കാതെയും പുത്തൻ പണത്തിന് 8ന്റെ പണിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷുദിനത്തോടനുബന്ധിച്ച് എറണാകുളത്തെ തിയേറ്ററുകളിലെല്ലാം വെള്ളിയാഴ്ച വൈകിട്ട് വൻ തിരക്കായിരുന്നു. സിനിമ കാണാനായി 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുമായി എത്തിയവരോട് പുത്തൻ പണത്തിന് എ സർട്ടിഫിക്കറ്റ് ആയതിനാൽ കാണാൻ പറ്റില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രാത്രി കൊച്ചി നഗരത്തിലെ പ്രമുഖ മാളിൽ വലിയ ബഹളം തന്നെ നടന്നു. മമ്മൂട്ടി രഞ്ജിത്ത് ചിത്രം കുടുംബത്തോടൊപ്പം കാണാൻ പറ്റില്ലെന്ന വാദം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞവരോട് സെൻസർ ബോർഡിന്റെ കർക്കശ നിലപാടുള്ളതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്നാണ് ലഭിച്ച മറുപടി. സിനിമ പ്രദർശിപ്പിച്ച സിറ്റിയിലെ മറ്റു മാളുകളിലും സമാന സാഹചര്യമായിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ മറ്റു ചില തിയേറ്ററുകൾ ഇത് കാര്യമാക്കാതെ സഹകരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു പയ്യൻ തോക്കുപയോഗിക്കുന്ന സീനുകൾ ഉള്ളതിനാലാണ് സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. കുടുംബ സംവിധായകനും മെഗാസ്റ്റാറും ഒന്നിച്ച സിനിമയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ചോദിച്ച ടിക്കറ്റ് കൗണ്ടറിൽ തട്ടിക്കയറാൻ ചിലർ ശ്രമിച്ചതാവട്ടെ നാടകീയ രംഗങ്ങൾക്കും കാരണമായി. സംവിധായകൻ രഞ്ജിത്തിനോട് സിനിമയിൽ പയ്യൻ തോക്കുപയോഗിക്കുന്ന രംഗം വ്യക്തമല്ലാത്ത രീതിയിൽ കാണിക്കണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറാവാതിരുന്നതിനാലാണ് ഈ വിലക്ക്. സിനിമയ്ക്ക് അനിവാര്യമായ രംഗം അവ്യക്തമാക്കുന്നത് സിനിമയെ തന്നെ ബാധിക്കുമെന്നതിനാലാണ് സംവിധായകൻ വഴങ്ങാതിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ നിലപാട് ഒരു വാശിയായി എടുത്ത് സെൻസർ ബോർഡ് തിയേറ്ററുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പുത്തൻ പണത്തെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം അവർ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനേക്കാൾ സങ്കീർണമായ രംഗങ്ങളിൽ കുട്ടികൾ തന്നെ അഭിനയിച്ച എത്രയോ സിനിമകൾ ഉണ്ടായിട്ടും അതിനൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന സെൻസർ ബോർഡ് ഇപ്പോൾ കാണിക്കുന്നത് പ്രതികാര നടപടിയാണെന്ന് ഇതിനകം ആരോപണം ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻസർ ബോർഡിനെ ഉപയോഗപ്പെടുത്തി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. അതിന് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ന്യായീകരണമാകുകയാണത്രേ. മമ്മൂട്ടിയുടെയും രഞ്ജിത്തിന്റെയും പടത്തിൽ ഒരിക്കലും കുട്ടികളെ കാണിക്കാൻ പറ്റാത്തതായ ഒന്നും ഉണ്ടാകില്ലെന്നും അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവർക്കെന്താ പ്രശ്നമാണെന്നും പാലാരിവട്ടം സ്വദേശിയായ ബിസിനസ്സുകാരൻ കെ വിനോദ് പ്രതികരിച്ചത്. കുടുംബസമേതം പുത്തൻ പണം കാണാനെത്തിയ വിനോദിനൊപ്പം 16 വയസ്സുകാരിയായ മകൾ ഉള്ളതിനാലാണ് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോൾ പോലും പറയാത്ത ന്യായീകരണം തിയേറ്ററിലെത്തിയപ്പോൾ മാത്രമാണ് പറഞ്ഞിരുന്നെന്നും വിനോദ് വ്യക്തമാക്കി. കുടുംബ സിനിമ കാണാനെത്തിയ കുടുംബങ്ങൾക്ക് കുട്ടികളുടെ വിലക്കിനെ തുടർന്ന് കൂട്ടത്തോടെ മടങ്ങേണ്ടി വന്ന കാഴ്ച കൊച്ചിയെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചു തന്നെ ഇത് അപൂർവ സംഭവമാണ്. കോടികൾ മുടക്കി സിനിമ നിർമ്മിച്ച നിർമ്മാതാവിനെ ഇതിനുവേണ്ടി വിയർപ്പൊഴുക്കിയ അണിയറ പ്രവർത്തകരെയും താരങ്ങളെയും എല്ലാം ഏറെ ആശങ്കപ്പെടുത്തുന്ന നടപടിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.